മുതലിറച്ചി മാനിറച്ചി മാത്രമല്ല നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ആഫ്രിക്കയിൽ കിട്ടും. അങ്ങനെ മുതലയുടെ ഇറച്ചിയും മാനിൻ്റെ ഇറച്ചിയും കഴിച്ചതിന് ശേഷം ഞാനിനി റൂമിലേക്ക് പോകാണ്. ഇനി ഈ ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വിക്ടോറിയ ഫോൾസ് കാണാൻ പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. കിടക്കുന്നതിന് മുമ്പ് മോസ്കിറ്റോ നെറ്റ് കവർ ചെയ്തിട്ട് കിടക്കാം നമുക്ക്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ നമ്മുടെ പുറത്തെ വ്യൂ ഒന്ന് നോക്കാൻ പോയിട്ട് വാവ്, നല്ല അടിപൊളി വ്യൂസ് ആട്ടോ ഇവിടെ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആട്ടോ. 2 സ്വിമ്മിങ് പൂളുണ്ട്, അതുപോലെ ഇരിക്കാൻ കുറേ ഇങ്ങനെ ബെഞ്ചസ് ഉണ്ട്. എല്ലാ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. കണ്ടോ, ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്, സൈഡിലൊക്കെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. കിളികളുടെയൊക്കെ ശബ്ദം ഇങ്ങനെ നല്ല രസമായിട്ട് കേൾക്കാട്ടോ കൂടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് ഈ ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട് പോകാം. നമ്മൾ ഇന്നലെ കാണിച്ചു തന്ന സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്, ഒന്നുകൂടെ ഇവിടേക്ക് വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയയിലേക്ക് പോകാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി വൈബുള്ള ഒരു ലോഡ്ജാണിത്. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആഫ്രിക്കയിലേക്ക് വരുന്ന പല ഇൻഫ്ലുവൻസേഴ്സും ഇവിടുത്തെ ചേരികളും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആഫ്രിക്കയുടെ വിശേഷങ്ങൾ കാണിക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്.
ദാ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയ. നമ്മൾ ഇന്നലെ ഡിന്നർ കഴിക്കാൻ വന്നതും ഈ സെയിം ഏരിയയിൽ തന്നെയാണ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ടേബിളിൽ പോയിരുന്ന് കഴിക്കാവുന്നതാണ്. ബുഫേ മോഡൽ സെറ്റപ്പാണ് ഇവിടെ. നല്ല ഭംഗിയായിട്ടാണ് അവരിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്രൂട്ട്സും യോഗർട്ടും അതുപോലെ ജ്യൂസുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് സ്ക്രാമ്പിൾഡ് എഗ്ഗും അതുപോലെ ബേക്കണുമാണ്. ഇവിടെ മ്യൂസ്ലിയും അതുപോലെ ബ്രാൻ ഫ്ലേക്സും കോൺഫ്ലേക്സും അതുപോലെ സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മ്യൂസ്ലിയും മിൽക്കും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇതാണ് ടോസ്റ്റർ. ടോസ്റ്റ് ചെയ്ത് വരാൻ ഇത്തിരി ടൈം എടുക്കും. നമുക്ക് പേരക്ക ജ്യൂസ് എടുക്കാം ഇവിടെ നിന്ന്. ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. നമുക്കിനി ടേബിളിൽ പോയിരുന്ന് കഴിക്കാം. അപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം ടേബിളിൽ ഇപ്പോൾ സെറ്റാണ്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വിക്ടോറിയ ഫോൾസ് സിംബാബ്വെ സൈഡ് കാണാൻ പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വിക്ടോറിയ ഫോൾസിൻ്റെ വിശേഷങ്ങൾ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.